ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫുൾ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാനായിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഷോയിങ് യു മൈ ലിപ്സ്റ്റിക് കളക്ഷൻ. സോ ഫസ്റ്റ് തന്നെ ഇത് എസൻസിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് മാറ്റ് ആണ്. ഷെയ്ഡ് വന്നിട്ട് 10 ഡീപ് പ്രസ്ഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത്തിരി ബ്രൗണിഷ് ഷെയ്ഡിൽ വരുന്നതാണ്. ഇതാണ് അതിന്റെ കളർ വരുന്നത്. ആൻഡ് സെക്കൻഡ് ലിപ്സ്റ്റിക് വന്നിട്ട് നിക്സിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സ്ട്രാപ്സ് ഓഫ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഞാൻ നോക്കി വെച്ച് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഒരു എന്താ പറയാ, ഒരു മെറൂണിഷ് ബ്രൗൺ പോലെ തോന്നുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എക്സാക്ട് ബ്രൗൺ ആണോ എന്ന് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ ഇത് ബ്രൗൺ ആണ്, പക്ഷെ ഫോർ മൈ ലിപ്സ് ഒരു മെറൂണിഷ് ബ്രൗൺ ആയിട്ടാണ് എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവണത്. ഇതിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഇറ്റ് ഫീൽസ് എ ബിറ്റ് ഹെവി ഓൺ ലിപ്സ്. നമ്മൾ ലിപ്സ് പ്രോപ്പർ മോയ്സ്ചറൈസ്ഡ് അല്ല, അല്ലെങ്കിൽ ലിപ് ബാം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് ഹെവി. അതുകൊണ്ട് ഇതെന്റെ അത്ര വലിയ ഫേവറേറ്റ് ലിപ്സ്റ്റിക് അല്ല എന്ന് വേണം പറയാൻ. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഞാൻ ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ ഒരു ഗോ ടു ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഐ ലവ് ദ ഷെയ്ഡ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഷീ ഗ്ലാമിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമാണ്. ഇതൊരു മെറൂണിഷ് റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് കോസ്മോപോളിറ്റൻ എന്നാണ് പറയണത്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് ആണ് തരുന്നത്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് ഇത്തിരി ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ് കേട്ടോ. അതായത് ഒരു മെറൂണിഷ് ബ്രൗൺ ആണ്, ഒരു ഓറഞ്ച് ടിൻറ്റുള്ള ഒരു ബ്രൗൺ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ടിൻറ്റുള്ള ഒരു ഡീപ്പ് റെഡ് എന്നും പറയാം. ആൻഡ് ഐ ലവ് ദിസ് ഷെയ്ഡ്. ഇതും ഞാൻ ഒക്കേഷണലി യൂസ് ചെയ്യാറുള്ളൂ, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ്. ഇതും ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് റോമൻഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ബ്ലർ ഫഡ്ജ് ടിൻ്റാണ്. അത് എന്താ പറയാ, ഭയങ്കര ലൈറ്റ് ടെക്സ്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. ഇതിന്റെ ഷെയ്ഡ് 04 റാഡ്വുഡ് ആണ്. ഇതിപ്പോഴും നാട്ടിലെ നൈക്കയിൽ വന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ലിപ്സ്റ്റിക് പാസ്റ്റൽ ഓർ പേസ്റ്റൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. കിസ് പ്രൂഫ് ആണ്. ഇത് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാത്ത ഒരു ലിപ്സ്റ്റിക് ആണ്. എന്തോ ഒരു പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങാൻ തോന്നി വാങ്ങിയൊരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇത് തീരെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഒന്ന് എന്താ പറയാ, ലിപ് ലൈനർ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയണത് ഇത് ഇംഗ്ലോട്ടിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റൂജ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, ആസ് യു കെൻ സീ. പക്ഷെ ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നൊരു ലിപ്സ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ അത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള യൂസിനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഞാൻ ഇവിടെയാണ് ഷെയ്ഡ് കാണിക്കണത്. ഇങ്ങനെ ഒരു പിങ്കിഷ് ടോണാണ് ഇതിന് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് 02 സോഫ്റ്റ് വൈൻ. ഈ വൈൻ എന്നൊക്കെ കാണുന്ന ഷെയ്ഡുകൾ മിക്കതും ഞാൻ വാങ്ങാറുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബെറി ടോൺസ് ആണ് കൂടുതലും എൻ്റെ ലിപ്സിന് ചേരുന്നത്. ആ ഒരു ഇതിലാണ് ഞാൻ ഈ വൈൻ, സോഫ്റ്റ് വൈൻ എന്നൊക്കെ കാണുന്നത് വാങ്ങണത്. പക്ഷെ ഇതൊരു റെഡ് ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നത്തിങ് ബെറി കളറോ അല്ലെങ്കിൽ ഒരു ആ കളറേ അല്ല. ഇത് കൈൻഡ് ഓഫ് ഒരു ഓറഞ്ചിഷ് റെഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊരു ലിപ് ടിൻ്റ് ആണ്. റോമൻഡി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഡാർക്ക് കോക്കനട്ട് ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ബ്രൗൺ സോഫ്റ്റ് ലിപ് ടിൻ്റ് ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ് ടിൻ്റ് ആണ്. ഞാൻ നന്നായി യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഡാസ്ലറിന്റെ ഭയങ്കര വൈറലായി ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു വാങ്ങിയൊരു ലിപ്സ്റ്റിക് ആണ്. ഞാനിത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സ്പെക്ടേഷൻസോടു കൂടി വാങ്ങിയൊരു ലിപ്സ്റ്റിക് ആണ്. പക്ഷെ കളർ വൈസ് ഓക്കെയാണ്, ബട്ട് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ് ഭയങ്കര ഡാർക്ക് ആവാണ്. അത് ഞാനിത് വല്ലാണ്ട് യൂസ് ചെയ്തില്ല. ഞാൻ 1-2 തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലിപ്സ് ഭയങ്കര ഡാർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഇനി അവരിത് യൂസ് ചെയ്യുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്ത ലിപ്സ്റ്റിക് ആണ്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അഗെയിൻ എസൻസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എസൻസ് ലിപ്സ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഡാർക്ക് ബെറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ ഷെയ്ഡ് എനിക്ക് ഫേസിന് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ പറയല്ലോ, ബെറി ടോൺസ് ആണ് എനിക്ക് പൊതുവെ ചേരുന്നത്. എനിവേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇനി ഇതും പാസ്റ്റൽ ഓർ പേസ്റ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 570 വാമ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതാണ് ആ ഷെയ്ഡ് വരുന്നത്. ഇതും എൻ്റെ ഒരു പരീക്ഷണം പോലത്തെ ഒരു എക്സ്പെരിമെന്റൽ ബൈ ആയിരുന്നു. സാങ്ക്രിയ ബ്ലാങ്ക എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് വരുന്നത്. ഇതും
ഇസ് ഡെഫിനറ്റ്ലി മൈ ലിപ് ലൈനർ ലിപ്സ്റ്റിക്. ഞാനിത് ലിപ് ലൈനർ ആയിട്ടാണ് യൂസ് ചെയ്യണത്. അതും ഒരുപാടായി ഞാനത് യൂസ് ചെയ്തിട്ട്. ഈ ഷെയ്ഡും ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിയതല്ല. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഷെയ്ഡ് മാറിപ്പോയി ഞാൻ വാങ്ങിയതാണ്. ഭയങ്കര ഡീപ്പ് ബ്രൗൺ ആണ്. ഇതും എൻ്റെ സ്കിൻ ടോണിന് കംപ്ലീറ്റ് അപ്ലൈ ചെയ്താൽ ചേരുന്നൊരു ബ്രൗൺ അല്ല. സോ ഞാൻ ഇതും ഒരു ലിപ് ലൈനർ കൈൻഡ് ഓഫ് ഉപയോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നൈക്ക ചായ്. ഇത് ഞാൻ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ആസ് യു കെൻ സീ, ചായ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക ബ്രൗൺ കളറാണ്. കളർ വൈസും ഇതൊരു ബ്രൗൺ കളർ തന്നെയാണ്. ചായ് ഷെയ്ഡ് തന്നെയാണ്. ബട്ട് എൻ്റെ ലിപ്സിൽ ഇത് പിങ്ക് കളറാണ്. ഐ ഡോണ്ട് നോ വൈ. എൻ്റെ ലിപ്സിൽ ഇത് ഒരു ഭംഗിയില്ലാത്തൊരു പിങ്ക് കളറാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണത്. അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്കും ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. അതും വിത്ത് ലിപ് ലൈനർ ഇല്ലാതെ എനിക്കിത് യൂസ് ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ഫെയ്ഡ് ആയ പോലെ തോന്നും, വാഷ് ഔട്ട് ആയ പോലെ തോന്നും. ഇതെനിക്ക് ചേരാത്തൊരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ലിപ് ചീക്ക് ടിൻ്റാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് വെൽവെറ്റ് 31 ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ബ്ലഷ് ആയിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് കളർ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. മാറ്റ് തന്നെയാണ് ഫോർമുല വരുന്നത്. 40 റോസ്വുഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല മെറൂണിഷ് റെഡ് ആണ്. നല്ല ഭംഗിയുള്ള റെഡ് ആണ്. ഐ ലവ് ദിസ്. മാറ്റ് ആണ്, നന്നായി സ്റ്റേ ചെയ്യും. ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക് ആണ്. പക്ഷെ റെഡ് ലിപ്സ്റ്റിക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെനെവർ ഐ ഗോ ഫോർ റെഡ്, ഐദർ ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ZNMന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും നല്ല മെറൂണിഷ് റെഡ് ആണ്, നല്ല ഡീപ്പ് റെഡ് ആണ്. ഫോർ മീ സ്വിസ് ബ്യൂട്ടിയുടെ റെഡിനൊക്കെ എനിക്കിഷ്ടം ഈ ZNMന്റെ ഈ മെറൂണിഷ് റെഡ് ആണ്. ബിക്കോസ് ഇതാണ് ഒന്നും കൂടി ഡീപ്പ് കമ്പയർഡ് ടു സ്വിസ് ബ്യൂട്ടി. നെക്സ്റ്റ് വൺ ഇസ്, ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എപ്പോഴും യൂസ് ചെയ്യാറുള്ള ലിപ്സ്റ്റിക് ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും ചേരും എനിക്ക് ഉറപ്പുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ബി കളർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു നല്ല വൈൻ കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ഷെയ്ഡ്. ഇത് രണ്ടുമാണ് ഹെർമിസിന്റെ ലിപ്സ്റ്റിക്സ് വരുന്നത്. രണ്ടും എനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് എനിക്ക് വളരെ നന്നായി ചേരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇത് റൂജ് എച്ച് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. മാക്കിന്റെ 2 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതും ഞാൻ എന്താ പറയുക വിത്ത് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നതാണ്. ഇത് മെഹർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് സിൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ബ്രൗൺ പോലെ തോന്നും, പക്ഷെ ഇറ്റ് ഈസ് എ ബെറി ഷെയ്ഡ്. മാർസിന്റെ കളർ ബം എന്ന് പറഞ്ഞൊരു ലിപ് റേഞ്ചിൽ വരുന്ന ഡസ്കി ദുബായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യും. ബട്ട് ദ തിങ് ഈസ് ലിപ്പ് ഭയങ്കര ഡ്രൈ ആക്കും. അതുകൊണ്ട് ഞാൻ അത്ര ഫാനല്ല. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഒരുപാടായി. ഐ തിങ്ക് ഇത് നാശമായി തുടങ്ങിയിട്ടുണ്ടെന്ന്. സം ഓയിലി ടെക്സ്ചർ ആയ പോലെ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. പക്ഷെ നല്ല ഷെയ്ഡാണ്. ബട്ട് ഐ എം നോട്ട് എ ഗുഡ് ഫാൻ ഓഫ് ദ കൺസിസ്റ്റൻസി അത്ര ഹാപ്പി അല്ല. ഐ എം നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇംഗ്ലോട്ടിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. പ്രോപ്പർ റെഡ് ആണ്. ഇത് ഞാൻ വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. വിത്ത് ബ്രൗൺ ലിപ് ലൈനർ, അകത്ത് നമ്മൾ റെഡ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ മാത്രം ഞാൻ വെയർ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെ ഡൈവ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. 19 ഡൈവ്. നല്ല ഭംഗിയുള്ളൊരു വൈൻ കളറാണ്. അഗെയിൻ ഇത് വൈൻ ഓർ ബെറി കളർ. വലിയ ഹെവി ഒന്നും അല്ല. ലിപ്സിൽ നല്ല ഭംഗിയിൽ നിൽക്കും. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ ലൈക്ക് ഒരു 3 ഇയേഴ്സിൻ്റെ മേലായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണിത്. നെക്സ്റ്റ് വരുന്നത് മീന എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. 274 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ആൻഡ് ഇതും ഒരു ബെറി കളറാണ്. മാൾസിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ. ഇത് എക്സാക്ട് നല്ലൊരു ബ്രൗൺ കളറാണ്. ഇത് ബർബറിയുടെ ഒരു സാമ്പിൾ പീസാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഭംഗി കൊണ്ട് ഐ എം കീപ്പിംഗ് ഇറ്റ്. ഒരു റെഡ് കളർ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡ്. റെഡ് തന്നെയാണ്. ഓക്കെ, ഇംഗ്ലോട്ടിൻ്റെ റെഡാണ് ഈ റെഡ്. ദിസ് ഇസ് ബർബറി റെഡ്. ഇംഗ്ലോട്ടിൻ്റെ റെഡ് ഇത്തിരിയോട് ഡീപ്പാണ്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നൊരു പിങ്ക് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ പിങ്ക് ലിപ്സ്റ്റിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഷീ ഗേവ് മി ദിസ്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ പിങ്കൊക്കെ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. ഇപ്പോൾ നോക്കുമ്പോൾ ഐ ഹാവ് സിമിലർ ഷെയ്ഡ്. ബട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പിങ്ക് ഇല്ല എന്ന് എനിക്ക് തോന്നിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇതാണ് എൻ്റെ എൻ്റയർ ലിപ്സ്റ്റിക് കളക്ഷൻ. ഓർ ഇവിടെ നോക്കിയാലും മതി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് മൈ വീഡിയോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇതിനൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. ബൈ.